ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യം. സ്നാപക യോഹന്നാൻ പറയുന്നു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ സ്നാപക യോഹന്നാൻ വീണ്ടും പറയുന്നു, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. അപ്പോൾ മാനസാന്തരം എന്താണ്? അതൊരു നിസ്സാര കാര്യമല്ല, അല്ലേ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഈശോയും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ തുടങ്ങുന്നത് ഇത് അരുളി ചെയ്തുകൊണ്ടാണ്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, മാനസാന്തരം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. വളരെ ശക്തിയുള്ള, ആഴമുള്ള, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു വാക്കാണ്. അതിൽ കുറേയധികം ശക്തിയുള്ള അർത്ഥങ്ങളുണ്ട്. മനസ്സിൻ്റെ ആഴത്തിൽ പോയി സ്വന്തം പാപം തിരിച്ചറിയുക, അതിൽ ആത്മാർത്ഥമായി ദുഃഖിക്കുക, പാപത്തിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിങ്കലേക്ക് മടങ്ങി വരിക, ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ തീരുമാനിക്കുക. അപ്പോൾ നമുക്കൊരു കുമ്പസാരം അത്യാവശ്യമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. സുവിശേഷം കർത്താവ് വചനമാകുന്ന ബൈബിൾ, അല്ലേ? ബൈബിളിൽ കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. എപ്പോഴും നമ്മൾ റെസ്പെക്റ്റോടു കൂടി കയ്യിലെടുത്ത് ചുംബിച്ച് വേണം നമ്മളത് തുറക്കാനായിട്ട്. ആ സുവിശേഷത്തിൽ വിശ്വസിക്കാനായിട്ടാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത്. ഇനി മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ എന്ന് സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട്. ആ ഫലം എന്താണെന്ന് നമുക്ക് നോക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:44 ഈശോ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ബൈബിളിൽ എല്ലാത്തിനും ഉത്തരമുണ്ട്. ഞാൻ കണ്ടെത്തിയ ഉത്തരം ഒന്നിതാണ്. അതായത് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കാനായിട്ട് നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ആ ശത്രുക്കൾ ആരൊക്കെയാണ്? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, പ്രെയർ ഗ്രൂപ്പിലുള്ളവരായിരിക്കാം, അയൽപ്പക്കക്കാരായിരിക്കാം, ആര് തന്നെ ആയാലും. കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ആരെ വെറുക്കുന്നു അല്ലെങ്കിൽ ആരെ ശത്രുവായി കാണുന്നു എന്നുള്ളത് കർത്താവിനറിയാം. അവരെ ആത്മാർത്ഥമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? ട്രൈ ചെയ്യാമെന്ന് പറയരുത്, നമുക്ക് സാധിക്കണം. കാരണം ഈശോയാണ് അരുളി ചെയ്തത്. നമ്മുടെ മനസ്സിന് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയെ ആത്മാർത്ഥമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച ഒരു ചാട്ടവാറടിയെ സ്നേഹപൂർവ്വം സമർപ്പിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 45-ാം വാക്യം പറയുന്നു, അങ്ങനെ നമ്മൾ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. നമ്മൾ ചിലപ്പോഴൊക്കെ ആഗ്രഹിക്കാറില്ലേ, കർത്താവ് കുരിശുമെടുത്ത് നടക്കുന്ന കണ്ടിരുന്നെങ്കിൽ ഞാനും പോയി ഒന്ന് സഹായിച്ചേനെന്ന്. പക്ഷെ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് ആത്മാർത്ഥമായി നമ്മളെ വേദനിപ്പിച്ച വ്യക്തികൾക്ക് വേണ്ടി, നമ്മൾ വെറുക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി സ്നേഹപൂർവ്വം അവരെ സമർപ്പിച്ച് കർത്താവിൻ്റെ ചാട്ടവാറടിയെ ഓർത്ത് ദൈവത്തെ ആരാധിക്കാം. ആമേൻ.